സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. താങ്കളുടെ പല വീഡിയോകളിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂറ ഹബീബ് തങ്ങളുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂത്തുകളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, ആരോപണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അയാൾ മനുഷ്യനായതുകൊണ്ടോ അയാൾ മുസ്ലിം ആയതുകൊണ്ടോ അല്ല. മനസ്സിലായോ? അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മുസ്ലിമാണോ അല്ല എന്ന് ആക്ഷേപിക്കല്ലേ ഞാൻ. പക്ഷേ അതുകൊണ്ടുള്ള കാര്യമല്ല നടക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിന് അനുയോജ്യമായ കാര്യമാണോ, ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതിനപ്പുറത്തൊന്നുമില്ല. രണ്ട്, അദ്ദേഹം തങ്ങളാണോ അല്ലേ എന്നുള്ളത്. തങ്ങളല്ല എന്നുള്ളത് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന ആ അഹ്ലു ബൈത്ത്പ്പെട്ട ആളുകൾ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇയാൾ തങ്ങളല്ല എന്നുള്ളത്. അതിന്റെ അപ്പുറത്ത് സമസ്തന്റെ ഒരുവിധം നേതാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ തങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ ഇയാളെ പിന്നാലെ പോവാണ്. എന്നിട്ട് പിന്നെ താങ്കളും എന്ത് ചെയ്യാണ്, ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അയാളെ വീട്ടിൽ പോവാണ്. ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അംഗീകരിക്കാത്ത കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരോട് പോയിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നതോ ചോദിച്ചിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നിങ്ങളൊരു മാപ്പിളല്ലേ, പേര് മാപ്പിളയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെ കുറിച്ച് അറിയുന്ന ഒരു പണ്ഡിതനെ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിക്കുക, അന്വേഷിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാന്, തീരുമാനിക്കാൻ. അല്ലാതെ അയാളടുത്ത് പോയിട്ട് അയാൾ ചെയ്യുന്നതൊക്കെ ഇസ്ലാമിലുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എത്രത്തോളം അറിവുണ്ടോ? എന്നാ കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി എല്ലാം ഒന്ന് നടന്ന് കണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ പറയരുത്. നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അറിയാനാണെങ്കിൽ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരെ പോയി കണ്ടിട്ട് സംസാരിക്കണം. അതാണല്ലോ വേണ്ടത്. താങ്കൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്റെ സത്യാവസ്ഥകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്റെ അടുത്തേക്ക് വരും, നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ എന്ന് താങ്കൾ പല വീഡിയോകളിലും പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വിവാദങ്ങൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് നൂറ ഹബീബ് തങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ താങ്കളെ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലെന്തുണ്ട്, നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട്. കുഴപ്പമൊന്നുമില്ല, വാക്ക് പിഴവായിരിക്കും. ആരോപണങ്ങളെ ഒരിക്കലും നല്ല കാര്യങ്ങളെ കുറിച്ച് ആരും ആരോപിക്കലില്ല, ആരോപിച്ചൊന്നും പറയാറുമില്ല, അങ്ങനെ പ്രയോജനം നടത്താറില്ല. പക്ഷെ അത് വാക്ക് പിഴവായിരിക്കും. പോട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്ന് സംഭവിച്ചതല്ലേ. ബാക്കി പറയും. എന്നെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വരും എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. അത് തങ്ങളുടെ വായിന്ന് കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞതാണ് അറിയേണ്ടവർക്ക്. അപ്പോ ഇവിടെ ആളുകൾക്ക്, വിദ്യാഭ്യാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് തങ്ങളല്ല എന്നുള്ളത്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ അവകാശപ്പെടുന്ന അഹ്ലു ബൈത്തും പറഞ്ഞിട്ടുണ്ട് തങ്ങളല്ല എന്നുള്ളത്. പിന്നെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി പോയി എന്ന് പറയരുത്. ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അവിടെ അല്ല പോകേണ്ടത്. നിങ്ങളിത് പ്ലാൻ ചെയ്തുകൊണ്ടാണെങ്കിലും ചെയ്തിട്ടല്ലെങ്കിലും ശരി, എങ്ങനെയായാലും ആളുകൾക്ക് അറിയേണ്ടത് മതപരമായ കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത് അല്ല എന്നുള്ളതാണ്. അതിനാണ് ഉത്തരം കിട്ടുന്നത്. അല്ലാതെ നീ അവിടെ പോയിട്ട് ഇയാളെന്താ ചെയ്യുന്നത് നോക്കി പോയിട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാര്യമില്ലല്ലോ. അതിന് ആരെ കൊണ്ടും കഴിയും. ഇത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കിട്ടുന്നത്. ഇയാൾ യഥാർത്ഥ തങ്ങളാണോ, ഈ തങ്ങന്മാര് എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിലുണ്ടോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് വിവാദങ്ങൾ നടക്കുന്നത്. ഇയാൾ അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു, ആകെ ലൈവ് കാര്യങ്ങൾ താത്താരി സക്കീന താത്താനി അല്ലെങ്കിൽ ആയിഷ താത്താനി വിളിക്കുന്ന പരിപാടിയാണ് ഇയാൾക്കുള്ളത്. അല്ലാതെ ആണുങ്ങളെ വിളിക്കുന്ന പേര് ഇതുവരെ വളരെ കുറവാണ്. അപ്പൊ ഈ അറിവില്ലാത്ത സ്ത്രീകള് ഇയാളെ പുറകെ കൂട്ടിന് ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണെന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞുകൂടി. എല്ലാവരുടെയും സത്യാവസ്ഥ മനസ്സിലാവും. അത് പ്രകാരമാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കട്ടെ. സ്ഥലം ഇവിടെ? ഞാൻ എന്റെ വീട് പൊന്നാനിയിലാണ്. ശരി. അപ്പൊ ഞാനെന്താ, നമുക്ക് പരിചയമല്ല, വന്നിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ അങ്ങനെ വരാൻ പറഞ്ഞേക്കളോട്. പിന്നെ ഇപ്പൊ തങ്ങളായതുകൊണ്ട് പേരൊന്നും ചോദിക്കണ്ട, എന്ത് ചോദിച്ചാൽ മതി, സ്ഥലം ചോദിച്ചാൽ മതി. ഒരാൾ വളാഞ്ചേരി, ഒരാൾ ഇവിടെ, കുഴപ്പമില്ല. ഈ വല്ലാത്ത മനുഷ്യർ നാടകം കളിക്കുന്ന പരിധിയില്ലേ.
അപ്പൊ ഇൻഷാല്ലൊക്കെ പിന്നെ നല്ല നിലക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമേ ഞാൻ തരുള്ളൂ. നല്ല ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ. നിങ്ങളിപ്പാട് തങ്ങളാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഇവര് വന്നുകൊണ്ട് കള്ളിക്കൊപ്പത്തെ കാര്യം ചോദിക്കൂലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല ചോദ്യം എന്ന് നിങ്ങൾ പറയുമ്പോ അതിലാതെ നല്ല എന്താണ് നിങ്ങൾക്ക് ഒരു പേപ്പറിലാണ് എഴുതി കൊടുത്തത്. എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചോദ്യം എന്താ ചോദിക്കാലോ. അതിന് ഉത്തരങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടെത്തുകയും ചെയ്യാം. വല്ലാത്ത ജാതി. ഞാൻ തരുള്ളൂ. നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ അറിയേണ്ട വിഷയങ്ങളാണ്. ജനങ്ങൾക്കും അതേപോലെ നമ്മൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ചോദിക്കുന്നതാണ്. ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. അതിലിപ്പോ ഒന്ന് ഈ കൊടിമരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണ് നമുക്ക് അറിയേണ്ടത്. അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയണേ. ആ കൊടിമരം 4 വർഷമായി വീട് താമസിച്ച അന്ന് മുതൽ വെച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ ആ കൊടിമരം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നപ്പോ അപ്പൊ ആ കൊടിമരത്തിന് ആകെയുള്ള പ്രത്യേകത എന്താണെന്നറിയോ? വയനാട്ടിൽ നിന്ന് കൊടുന്നതാണ്. അപ്പൊ ഇനി വയനാട്ടിൽ നിന്ന് സാധാരണ ഇറക്കുമതി ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. നല്ല ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവിടുന്ന് വരുന്ന ബട്ടറൊക്കെ ഉണ്ടല്ലോ. ബട്ടറൊക്കെ കൊണ്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? പൂട്ട് പൂജിക്കുക. കാരണം എന്താ വെച്ചാൽ ഒക്കെ വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. വയനാട്ടിൽ നിന്ന് കൊടുന്നു എന്നുള്ള ഒരൊറ്റ പ്രത്യേകത കൊണ്ട് ഇയാൾ എന്ത് ചെയ്യണം? ആ കൊടിമരം അവിടെ കുഴിച്ചിട്ട് അതിന്റെ മുന്നിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും പറയട്ടെ, മുപ്പരെന്ന് പറയട്ടെ. നമ്മൾ സ്ഥാപിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മള് ഒരു ചികിത്സ ദിവസം 1 മണിക്കൂർ നമ്മൾ ദുആ ചെയ്യും. എന്ത് ചികിത്സകൾ നടത്തണം അത് പറഞ്ഞാണ്. എന്നിട്ട് ചികിത്സ നടത്തുന്നതിന്റെ ഇടയില് ഡോക്ടർമാര് ചികിത്സ നടത്തലുണ്ട്. ആയുർവേദം, യുനാനി, അലോപ്പതി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ചികിത്സകൾ ഉണ്ട് നാട്ടില്. അവരൊക്കെ ഇപ്പൊ ചികിത്സ നടക്കുമ്പോ അതിന്റെ ഇടയിൽ മുസ്ലിങ്ങളാണെങ്കിൽ പോയി നിസ്കരിച്ചു പോരും. അല്ലാതെ ആരും പുറത്തിറങ്ങിയാൽ കൊടിമരത്തിന്റെ മുന്നിൽ പോയി കണ്ട് പ്രാർത്ഥിക്കലില്ല. ഇതെന്ത് പരിപാടിയാണ്? ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ കാര്യം കാണിച്ചു തന്നിട്ടുണ്ടോ? കൊടിമരം ഇങ്ങനെ നാട്ടി വെച്ചിട്ട് അതിന് പച്ചപ്പേലും അടിച്ചിട്ട് അതിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാന്നുള്ളത്. പള്ളിക്ക് പോയി പ്രാർത്ഥിക്കാം, മക്കത്തും മദീനത്തൊക്കെ പോവാ, ഇങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഇസ്ലാം നിങ്ങൾ മുസ്ലിം തന്നെയല്ലേ? അറിഞ്ഞിട്ട് ചോദിക്കാട്ടോ. അറിയിട്ടാണ്, ഒന്നും വിചാരിക്കരുത്. കൊടിമരത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുക. ബാക്കി ഇവിടെ ഞാൻ പറയും, കേൾക്കട്ടെ. അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും ആ കൊടിമരം കെട്ടിപ്പിടിച്ചു. ചില പെണ്ണുങ്ങളെ കൊടിമരം കെട്ടിപ്പിടിച്ചു. അപ്പൊ ആ ഒരു കൊടിമരത്തിന്റെ വണ്ണം എത്ര കാലം? ഒരു മനുഷ്യനോളാണോ അതോ 2 മനുഷ്യന്റെ വണ്ണുണ്ടോ? ഈ പെണ്ണുങ്ങളൊക്കെ ഓലെ പെരയിലുള്ളോലെ ഭർത്താക്കന്മാരൊക്കെ ശരിക്കും കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക്. ഇത് അവിടെ വന്നിട്ട് ആകെയുള്ള പണി നിങ്ങളെ കൊടിമരത്തിനെ കെട്ടിപ്പിടിക്കാം. എന്താണ് ഈ മനുഷ്യൻ പറയണത്? ബാക്കി പറയാം, എന്തായാലും കേൾക്കട്ടെ. രസമുണ്ട്, കഥ കേൾക്കാൻ രസമുണ്ട്. തോന്നി ഇതിൽ ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്നതായി ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് പഠിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക, ആയിരക്കണക്കിന്. അപ്പൊ അത് അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ കേൾക്കണോ ഞാൻ കേൾക്കണോക്കെ ഒന്നും തന്നെയല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി വരെ അറിയുമ്പോ ആ കൊടിമരങ്ങള് കോണിക്ക് കൈവരി വെച്ച മാതിരി വിലങ്ങിനെ വെച്ചിട്ടുള്ളത് അതോ നിർക്കാനെ കുത്തി തന്നെ വെച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാരാകുമ്പോ തൊട്ടുകാണ് ഡെയിലി പോവാ പറയുമ്പോ കുറച്ച് റിസ്ക് ഉള്ള കാര്യമായിട്ടത്. കാരണം പടച്ചോനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങള്. എവിടെയൊക്കെ ഉണ്ടാവും ആ വരി? എന്താ മനസ്സിലാവില്ല. 2 വരി ആയിട്ട് നിൽക്കലാണോ, 3 വരി ആയിട്ട് നിൽക്കലാണോ, 4 വരി ആയിട്ട് നിൽക്കലാണോ എന്ന് പറയട്ടോ. ഇവരൊക്കെ വണ്ടി എവിടെ കൊണ്ടേ നിർത്തല്, എങ്ങനെ ഇവര് വരല്? ഇതൊക്കെ സംവിധാനം ഉണ്ടാവില്ല. ആയിരക്കണക്കിന് ആൾക്കാരാവുമ്പോ ഒരു 100 കണക്കിന് എന്നൊക്കെ പറയുമ്പോ ഒരു പാകാണ് കേട്ടോ. നിങ്ങള് പിന്നെ ഉള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒന്ന് സംസാരിക്കും. നമുക്ക് തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എന്താകുന്നത്, ഒരു ദിവസം ഞാൻ ഇവിടെ ദുആ ചെയ്യാൻ പോകുമ്പോ 2 കാക്കകൾ അത് തൊട്ട് തന്നെ റമദാൻ മാസം പറയാൻ പറ്റില്ലല്ലോ. മുമ്പില് കാക്കകളെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കുന്നത്, ആദരവിന്റെ മക്കള് ഒരാളെ കൊന്നപ്പോ പിന്നെ ഞാൻ കൊന്നോനെ കൊല്ലപ്പെട്ടവനെ എങ്ങനെ മണ്ണിന്റെ അടി എന്ത് ചെയ്യണം എന്നറിയില്ല. കൊല്ലല് കഴിഞ്ഞു, പിന്നെ ഇപ്പൊ എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചേച്ചി നടന്ന് കുഴങ്ങി ഇരിക്കുക. അങ്ങനെ എന്താ ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞില് വ്യക്തത അല്ലാന്ന് പറയണ്ട. എന്തായാലും ആകെ സാറാണ് ഞാൻ പറയണത്. ഈ ഒരു കാക്ക വന്ന് കാണിച്ചു കൊടുത്തതാണ്. മണ്ണ് മാന്തി ഒരു കാക്ക മറ്റൊരു കാക്കനെ കൊന്നിട്ട് മണ്ണ് മാന്തി കുഴിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോ
ഇയാൾ അതിന്ന് പഠിച്ചു എന്നാണ് പറയണത്. പക്ഷെ ഇവരാരും വിലായത്തുണ്ട് കറാമത്തും മനുഷ്യന്മാരല്ല കേട്ടോ. ഓലൊക്കെ സാധാ മനുഷ്യന്മാരെ പോലെ പിന്നെ ജീവിച്ചവരാണ്. അല്ലാതെ എനിക്ക് കറാമത്തുണ്ട് മറ്റേ മറിച്ചുണ്ട് എന്നാണ് നടന്നവരൊന്നല്ല എന്നുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾക്ക് കറാമത്തുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഇനി എന്താ സംഭവിക്കണമെന്ന് നോക്കാം. കാക്കകൾ അവിടെ എന്നിട്ട് ഇങ്ങനെ കരയും. എനിക്ക് മനസ്സിലായി ഇതിലെന്തോ. അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാന്ന് വിചാരിച്ചു. ഞാൻ കട്ട ഇതിന് മുമ്പൊരു വീഡിയോന് മുമ്പ് പറയുന്നുണ്ട്, കാക്കകൾ വന്നു കഷ്ടിച്ച് അകരപ്പാക്കി പിന്നെ കരഞ്ഞ്. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയതല്ല. അന്ന് മൂപ്പർക്ക് വഹി ഇറങ്ങിന്നു, എന്തോ ഇറങ്ങിയെന്നാ പറയണത്. ഇങ്ങനെ കാട്ടുണ്ട് മേലെ നിന്നിട്ട്. എന്താണ് പിന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾ വന്ന് കൈമ പിടിക്കാണ്. അശുദ്ധി ഉണ്ടാവുമ്പോ ഇപ്പൊ ഏതായാലും പെരി പോയി പിടിച്ചാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ പറയിപ്പിക്കണ്ട. റമദാൻ മാസമാണ്, വെറുതെ പറയിപ്പിക്കല്ലേ കേട്ടോ. എന്നിട്ട് അയ്യോ പിടിക്കുമ്പോ ആ കൊടിമരത്തിന്റെ ശുദ്ധി ഉണ്ടേ. കൊടിമരം ശുദ്ധി സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാ. അപ്പൊ പിന്നെ ഇവിടെ ഈ കേരളത്തിൽ കൊടിമരം നേരെ സ്വർഗത്തിൽ നിന്ന് ഓടുന്നത് തങ്ങന്മാർ അതിലാറ് രസമാണ്. തങ്ങന്മാർ പറഞ്ഞാല് പിന്നെ കേരളത്തിൽ കക്കൂതിലും കുളിമുറിയിലും അടുക്കളയിലും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ തങ്ങന്മാര്. എവിടെ നോക്കിയാലും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, ആകെ തങ്ങന്മാര്. ഇവിടെ ഒക്കെ ചികിത്സ. എല്ലാരും പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കണേന്നല്ല കേട്ടോ, ഇസ്ലാമിന്റെ പേരിലാവുമ്പോഴാണ് വിമർശനം വരുന്നത്. അപ്പൊ ഈ തങ്ങന്മാരെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാല്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രവാചകൻ മരിച്ചതിന് ശേഷം വഫാത്തായതിനു ശേഷം അവിടുന്ന് ഒരൊറ്റ പൊന്തലാണ് പൊന്തിയാണ്. അതിന് പൈസ സംഭവം അവിടുന്ന് പൊന്തി നേരെ റോക്കറ്റ് പൊന്താൻ ഒരൊറ്റ പൊന്തലാണ് പൊന്തിയിട്ട് നേരെ ചാടി കൊടുക്ക് ഇന്ത്യയിൽ കേരളത്തിക്ക്. അതിന്റെ ഗ്യാപ്പിൽ പിന്നെ എന്തില്ല, തങ്ങന്മാരില്ല. ഇവരാണ് പിന്നെ തങ്ങന്മാര്. പിന്നെ അത് ഇങ്ങനെ കിട്ടിപ്പിടിക്ക് ചാടി. ഈ തങ്ങന്മാര് എന്ന് പറയുന്ന സമ്പ്രദായം നബിന്റെ പേരക്കുട്ടികൾ എന്ന് പറയുന്നവര്, അല്ലെങ്കിൽ നബിന്റെ കുടുംബം, ആ തലമുറ എന്ന് പറയുന്നത് ശരിക്കും നബിക്കൊരു മകൻ നബി മരിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകൻ വഴിയാണെന്ന് വിചാരിക്കാം. ഇത് അല്ലാതെ എങ്ങനെ വന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ശരിക്കും പരമ്പര എന്ന് പറയണത് അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാത്തിനും ഇവർക്ക് ന്യായീകരണം ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്. ഇവര് ചെയ്യുന്ന എല്ലാ കൂത്തിനും ഒരു ന്യായീകരണം ഉണ്ടാവും. എങ്ങനെ ആകെ തുക തങ്ങന്മാരെന്ന് പറഞ്ഞാല് അങ്ങ് മദീനയിൽ പോങ്ങിയിട്ട് നേരെ കേരളത്തിൽ ചാടികളാണ്. അതിന്റെ അടിയിൽ ആരുമില്ല. അത് പോട്ടെ, ബാക്കി പറയാം. തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ സലാത്തിന്റെ മജീസ് നടക്കുന്നതിന്റെ തലേ ദിവസം കെട്ടിയത് പണി പൂർത്തിയായിരുന്നില്ല. പിന്നെ കാണാൻ സലാത്തിന്റെ ലക്ഷക്കണക്കിനാണല്ലോ വീട്ടിൽ വരും. അങ്ങനെ പല ആളുകൾ പൈസ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞാല് എത്ര ലക്ഷമാണ്, അല്ലെങ്കിൽ ആ ലക്ഷത്തിന്റെ പൂജ്യം നിങ്ങൾക്ക് മാറിയോ, അത് ഞാൻ കേട്ടുകൊടുത്ത് മാറിയോന്ന് അറിയില്ല. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒതുങ്ങുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും അറിയാമെങ്കിൽ ചോദിക്കാട്ടോ. എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതോ അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ മാസം മാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങളാ എന്താണ് സ്ഥലത്തിന്റെ പേര് കക്കാടോ എന്താണ് മറന്നു മണ്ണാർക്കാട് ഏരിയയില് നിങ്ങളെ വീടിന്റെ 2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ പുറത്തായിട്ട് പിന്നെ ചൈനീത്തെ വൻമതിൽ പോലെ എന്ത് ചെയ്യേണ്ടി വരും, വൻമതിൽ കെട്ടിയിട്ടുണ്ടാവും ഗവൺമെന്റ്. കാരണം അതിന്റെ ബസ്സോട് പോകണ്ടാക്കിയിട്ട്. കാരണം വണ്ടികൾ, ബസ് മാത്രമല്ല വണ്ടികൾ പോയ പ്രശ്നമാണ്. കാരണം അവിടെ അങ്ങോട്ട് പോകില്ലല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, വൻമതിൽ കെട്ടിയിട്ട് പുറത്തുകൂടി ഏരിയയിലൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ടാവും. അതൊന്നും കാണാൻ വരണ്ട ഞാൻ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയാണെങ്കിൽ ഈ കോലാണെങ്കിൽ അതൊന്ന് കാണണം. ഇത് നല്ല ഭംഗിയുള്ള കേസേക്കാം. അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളില് ഒരാളിട്ടേക്ക് പൈസ പക്ഷെ ഈ സംഭവം നടക്കുന്ന മൂപ്പരെ കാണാൻ വരുന്ന ഒരു പൈസ കൊടുക്കുക. എന്താ മ്യൂസിയത്തിൽ കയറുമ്പോ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരിക്കലൊക്കെ പോകുമ്പോ ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറയണേക്കാം. പറയല നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെന്തത് ഇയാളെ കാണാൻ പൈസ കൊടുക്കുക. ഇയാളെന്താ സാധനം മനസ്സിലാവില്ല. അള്ളാന്റെ റസൂലിനെ കാണാന് മുസ്ലിം ആകാൻ വരെ ആളുകള് കിലോമീറ്ററുകൾ താണ്ടി നടന്നു വന്നിട്ടുണ്ട് റസൂലിനെ കണ്ട് മുസ്ലിം ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇതിന് ശേഷം വീണ്ടും വീണ്ടും കാണാൻ വന്നവരുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് പ്രവാചകന്റെ സംശയം ചോദിക്കാൻ വന്നവരുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇയാള് ഈ പിന്നെ പ്രവാചകന്റെ കുടുംബം ആണെന്ന് അവകാശപ്പെട്ട് നാട്ടുകാർ മുഴുവൻ കുടുംബം അല്ലാന്ന് പറഞ്ഞ് ഇസ്ലാമില് അങ്ങനെ സമ്പ്രദായം ഇല്ല. എന്നിട്ട് ഇയാൾക്ക് ആളുകൾ കാണാൻ പോകുമ്പോൾ പൈസ കൊടുക്കുക. എന്തിനാണ് ഈ പൈസകൾ വാങ്ങുന്നത് പറയട്ടോ, ₹1 ഞാൻ സദസ്സിലാണ്. ഞാൻ തിരിച്ചത് വീട്ടിലൊക്കെ നേരെ വന്ന് കുടുംബത്തെ പൈസ ഞാൻ കണ്ടിട്ടില്ല. അത് യൂട്യൂബിൽ ഉണ്ടാക്കി അതെടുത്ത് നല്ല നിലക്ക വിട്ടത്. പിന്നെ നല്ലത് ചെയ്താലും മോശം കണ്ടത് പൈസയാണല്ലോ, കുരു പൊട്ടുമല്ലോ. കാരണം പൈസ കാണുമ്പോൾ ആൾക്കാർക്ക് കുരു പൊട്ടും, പിന്നെ ലഡുവൊക്കെ പൊട്ടും. കാരണം അയാൾക്ക് പൈസ ഉണ്ടാവല്ലേ. നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കൂടി, കുഴപ്പമില്ല. ഇസ്ലാമിന്റെ പേരിലാവരുത്.
ആൾ ദൈവങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നുകൂടാതെ ദൈവങ്ങളായി ചമഞ്ഞ് പൈസ തിരിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂടി കുഴപ്പമില്ല. ഇസ്ലാമിന്റെ പേരിലാവുമ്പോ കുരു പൊട്ടൂല. പക്ഷെ എതിർക്കും, നല്ലോണം എതിർക്കും. നിങ്ങൾ അതിൽ പൈസ ഇട്ട് കണ്ടില്ല എന്നാ പറഞ്ഞ് നന്നായി. ബാക്കിയും കൂടി പറയും, നിങ്ങൾക്ക് ബാക്കിയാണ് പറഞ്ഞിട്ട് തരാം. ഒരു ദിവസം കൊണ്ടാണ് അത്രയും കാശുണ്ടായത്. അപ്പോൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അതിന് കാശില്ല, തിരിച്ചു വരുമ്പോൾ തങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയൊരു ടൈം കൊണ്ട് ആയിരക്കണക്കിനല്ല, രണ്ട് സൈഡിലും ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. ഇന്ന് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ സലാത്ത് നടക്കുന്ന ഒരു സ്ഥലം, ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ സലാത്ത് നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇയാളെടുത്താ അള്ളാന്റെ റസൂല് ഒരു സലാത്ത് നഗർ ഉള്ള ആൾക്കാരെയും വെച്ചിട്ട് ഒരു സലാത്ത് നഗർ നിസ്കാരം എന്ത് ചെയ്തിട്ട് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് ഏതൊരു പ്രവൃത്തിയാണ് ഇങ്ങനെ ആൾക്കൂട്ടം വെച്ച് നടത്തിയിട്ടുള്ളത്? നിങ്ങൾ തന്നെ പറഞ്ഞോളി. അള്ളാഹുവിന്റെ റസൂലോ അല്ലെങ്കിൽ ഖുലഫാ റാഷിദീങ്ങളോ സ്വഹാബികളോ അതിന് ശേഷമുള്ള ആളുകളോ ആരെങ്കിലും ഇങ്ങനെ ഒരു സലാത്ത് മജ്ലിസ്, ദുആ മജ്ലിസ്, സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസ് പറഞ്ഞാണ്ട് ഇതിനൊക്കെ പൈസ തിരിച്ച ഇട്ടോളിട്ടാ ഗൂഗിൾ പേ റെഡി ആയിക്കൊണ്ട് അറിയാം. എന്നിട്ട് പിരിച്ച ബക്കറ്റ് വരുന്നുണ്ടിട്ട് പറയാം പിരിക്കുക. ഇങ്ങനെ പരിപാടി എവിടെ ഉണ്ടായിട്ടുണ്ട്? ഇസ്ലാമിന്റെ പേരിൽ വെറുതെ മുനാഫിക്കിന്റെ പരിപാടി എടുക്കില്ലേ? അറിയാം. അപ്പൊ അതൊരു വ്യക്തിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് വരും. അപ്പോ തങ്ങൾ ഇവിടെ വരുന്ന ആളുകളോട് കാശ് ചോദിച്ചു മേടിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ. ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട് ഏകദേശം ഫസ്റ്റ് ചികിത്സക്ക് 1001 രൂപയും പിന്നെ 6000 എത്രയോട് തുക പറയുന്ന ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തങ്ങള് അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട്. മറുനാടൻ ചാനലില് ഒരു അഭിമുഖം കൊടുത്തതാണ് അല്ലെ, ഞാൻ കണ്ടു. അത് ഞാനിപ്പോ വക്കീലൊക്കെ സംസാരിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. ഞാൻ ഒരിക്കലും എന്തില്ല, ഞാൻ ചില്ലറ പൈസകൾ വാങ്ങാറുണ്ട്, നുണ പറയാൻ പാടില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യം ശരിക്ക് താത്ത അയാളടുത്ത് പോയ സ്ഥിതിക്ക് പറയാൻ പാടില്ല. കാരണം താത്ത ഈ വിശ്വാസപ്രകാരമുള്ള ഒരാളായതുകൊണ്ടാണ് പോണത്. പിന്നെ താത്ത എന്തോ ഉദ്ദേശിച്ച് ചിലപ്പോ അത് നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ താത്ത പറയാൻ പാടില്ല, അത് വേറെ വിഷയം. ഇയാളെ വിശ്വസിച്ച് പൈസ വാങ്ങിയിട്ടുണ്ടാവും ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. പക്ഷെ താത്ത അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇയാളെ വിശ്വസിച്ചിട്ടാണല്ലോ പോണത്. ഇയാളൊരു തങ്ങളാണ്, ഇയാൾക്ക് പോയാൽ അതിന്റെ ഗുണം കിട്ടും എന്ന് വിശ്വസിച്ച് പോണ ഒരാള് പിന്നെ വിമർശിക്കുന്നത് അത് ശരിയായ കാര്യമല്ല. അത് ശരിയാ, അത് നിങ്ങൾ പറഞ്ഞാണ് ഞാൻ യോജിക്കുന്നത്. പൂജകളൊന്നും ഇല്ല കേട്ടോ, പൂജയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴില്ല, ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ എന്തുണ്ട് ആളുകളോട് ചോദിക്കും. മനസ്സിലായില്ലേ? എന്നെ കാണാൻ വരുമ്പോ ചിലപ്പോ ആൾക്കാർ എന്തെങ്കിലും തരും, ചിലപ്പോ തരൂല. അപ്പൊ നിങ്ങളെ കാണാൻ വരുമ്പോ ചെറിയ ചെറിയ പൈസകൾ ചോദിക്കുന്നുണ്ട് അല്ലേ? എന്താ പാടും ഏർപ്പാടുകൾ? തക്കാളി വിൽക്കുന്നുണ്ടോ? അറിയായിട്ട് ചോദിക്കാണ്. പച്ചക്കറി കച്ചവടം ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ചെറിയ പൈസ ചോദിക്കാന് നിങ്ങൾ ആ മൂന്ത കാണാനാണോ പൈസ ചോദിക്കണേ? എന്നിട്ട് ചെറിയ പൈസന്റെ കണക്കൊന്ന് പറയട്ടെ നിങ്ങള്. ചിലപ്പോ ഒരാൾ വന്ന് 500 തരും, അതിന്റെ ബാക്കിൽ വന്ന ആള് കഷ്ടപ്പാടെ പറയാം പൈസ എന്ത് ചെയ്യും വീട് കണ്ടില്ലേ? അപ്പൊ എന്താണ്, ഒരാള് വരുമ്പോ 500 തന്ന അടുത്ത അതിന്റെ ബാക്കിലുള്ള ഒന്നും തരൂല, കഷ്ടപ്പാട് പറയും. അപ്പൊ 500 ബറാബറായി. ഈ 500 എന്തിനാ വാങ്ങി? ആരെയും ചോദിക്കാം. നേരിട്ട് അള്ളാന്റെ വിടുക്കങ്ങൾ അയച്ചു കൊടുക്കണ്ടോ? അറസിന്റെ മുകളിലേക്ക് ഉണ്ടോ? അല്ല, ഇതിപ്പോ 500 എന്തിനാ വാങ്ങി? ഇസ്ലാമിന്റെ പേരിലാണ് നിങ്ങൾ വാങ്ങണത്. ഈ വാങ്ങണ 500 നിങ്ങള് നേരിട്ട് അള്ളാഹ്ക്ക് അയച്ചു കൊടുക്കണ്ടോ? അല്ലാണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആൾക്കാരെ അവിടെ വിളിച്ചെടുത്തിട്ട് പൈസ വാങ്ങാന്നുള്ള പരിപാടി ഇസ്ലാമിന്റെ പേരിലോട് നിങ്ങൾക്ക് കിട്ടിയേ? 1600 സ്ക്വയർ ഫീറ്റ്, 1600 സ്ക്വയർ ഫീറ്റ്. അപ്പൊ മുതലുണ്ടാക്കാൻ നമുക്ക് ഇഷ്ടംപോലെ മുതലുണ്ടാക്കാന്ന് പറഞ്ഞാല് പെരാറ്റിൽ മാത്രമൊന്നുമല്ല. പെരങ്ങൾ ആൾക്കാരെ കയറ്റാൻ 1600 സ്ക്വയർ ഫീറ്റ് ആണ് സ്വാഭാവികമായിട്ടും അത്യാവശ്യമായത്. 1600 പറഞ്ഞാൽ നിങ്ങൾ അടിയും മേലും കൂടിയാ പറഞ്ഞ വെച്ചാല് നിങ്ങൾ ചെറിയ പെരേക്കരം. ഇനി അത്രയും തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചോളി. അതൊക്കെ നിങ്ങളൊരു നാടകമാണ്. നിങ്ങൾ വേറെ എവിടെയൊക്കെ പെരേറ്റിട്ടുണ്ടാവും. ഇപ്പൊ വയനാട് വേറെ പെരേറ്റിക്കണെങ്കിലോ ആരെങ്കിലും അറിയോടെ 4 ആളെ വേറെ വിട്ടിട്ട് നിങ്ങൾ നല്ല വീട് കയറ്റിട്ടുണ്ടാവും. അതൊക്കെ വിട്ടളി. സമ്പാദ്യം നിങ്ങൾ അറിഞ്ഞും അറിയാതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അതിനൊന്നും ഇപ്പൊ നിങ്ങൾ പോയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ സംവിധാനങ്ങളില്ലേ? പൈസ ആൾക്കാർ കൊടുന്ന് മറിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് സംവിധാനം ഉണ്ടാക്കാലോ?
താത്ത ഈ 6666 റുപ്യ താത്ത തന്ന് താത്ത തെളിയിക്കണ്ടേ. പിന്നെ ഇവിടെ സ്വലാത്ത് നടത്തൊരു സ്ഥലമുണ്ട്, സ്വലാത്ത് നടത്തുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ വിലക്ക് വാങ്ങാണ് ട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 6000. ഈ ട്രസ്റ്റ് ആരതാണോ അല്ലെ, ആരുടെ പേരിലാണ് വരുന്നത്, ആരുടെ പേരിൽ മീൻസ് അതിൽ ആരൊക്കെ വരുന്നത്, പിന്നെ അതിന്റെ പങ്കാരിക്ക കിട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് പറയും. ട്രസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ, അതൊക്കെ എല്ലാം ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പൈസ ആ കാണുന്ന കീശിക്കേക്കാരം വരിക, അതാണ് മാറ്റം. അപ്പൊ അതിന് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ സോഴ്സ് കണ്ടെത്തുമ്പോ ആൾക്കാരെ 6666 രൂപ ഒരു കണക്കാണത്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കണക്കും കാര്യങ്ങളൊന്നുമില്ല, അത് വേറൊരു വിഷയം. അതിനെന്തോ പ്രത്യേകത പറഞ്ഞിട്ട് അത് തിരിച്ചാ ബാക്കി പറയും. എന്തായാലും നമ്മളെ മധ്യസ്ഥങ്ങളിൽ തരണം, അതുണ്ടെങ്കിൽ മാത്രം അതിനപ്പുറത്തെ റെസീറ്റ് മുറിച്ചു കൊടുക്കും. ഉണ്ടെങ്കിൽ മതി കേട്ടോ, ഉണ്ടെങ്കിൽ മതി. കാരണം എന്താ വെച്ചാൽ ചെറിയ പൈസ ഉള്ളൂ, ഉണ്ടെങ്കിൽ മതി. 6600 രൂപ ഉള്ളൂ, 6666 രൂപ ചില്ലറ പൈസ ഉണ്ടെങ്കിൽ മതി. ഇല്ലെങ്കിൽ വാങ്ങൂല, കുഴപ്പമില്ല. ഉള്ളവർ തന്നാൽ മതി. ഉള്ളവർ കൊടുത്താൽ തന്നെ അത് വാങ്ങാൻ പറ്റും, അതൊക്കെ വാങ്ങാൻ പറ്റും. ഒരു ചെറിയ പൈസ ഒരു 6600 രൂപ കൂട്ടിയാനുള്ള പൈസ ഉണ്ടാവുള്ളൂ വാങ്ങാൻ. ഇപ്പൊ ഉള്ളവർ ആരെങ്കിലും രണ്ടാളൊക്കെ തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ റെസിപ്റ്റും കൊടുത്ത് കൂട്ടും, കുഴപ്പമില്ല കേട്ടോ. എന്തൊക്കെ ഈ വർത്താനം പറയാം, അതൊക്കെ കണക്കുണ്ടാവും. അതൊക്കെ വന്നാല്